ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ മരണസംഖ്യ 14 ഉയരുകയാണ്. അവിടെ 2000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചു. ഹിമാചൽ പ്രദേശിൽ 5 പേർ മരിച്ചു. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയുമാണ്. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഒരുപാട് പേർക്ക് പരിക്കേറ്റ പശ്ചാത്തലമുണ്ട്, ഒരുപാട് പേരെ കാണാതാവുന്ന പശ്ചാത്തലമുണ്ട്. ഈ മരണസംഖ്യ ഉയരാൻ ഇടയുണ്ടോ അച്യുതൻ? ഹാഷ്മി, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 50ഓളം പേരെ ഹിമാചൽ പ്രദേശിൽ മാത്രം കാണാനില്ല എന്നുള്ളതാണ്. ഇതിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായുള്ള തെരച്ചിൽ അത് NDRF സംഘത്തിന്റെയും SDRF സംഘത്തിന്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഈ ഷിംലയിലാണ് ഇതിന്റെ ഒരു മേഘവിസ്ഫോടനത്തിന്റെ തീവ്രത ബാധിച്ച ഒരു മേഖല. അത് ഷിംലയിലാണ്. അവിടെ പൂർണ്ണമായും ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇന്നലെ കെട്ടിടമടക്കം നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉത്തരാഖണ്ഡിലും മേഘവിസ്ഫോടനം ഉണ്ടായി. ഇതിൽ 14 പേർ മരിച്ചതായാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. 2000-ലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുടുങ്ങിക്കിടന്ന തീർത്ഥാടകരെ രക്ഷിക്കുവാനുള്ള, അവരെ പുറത്തെത്തിക്കുവാനുള്ള രക്ഷാപ്രവർത്തനവും ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും SDRFന്റെയും NDRFന്റെയും സംഘത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 2 സംസ്ഥാനങ്ങളിൽ ഉടനീളവും റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനത്ത് തുടരുവാനുള്ള നിർദ്ദേശങ്ങളും ഭരണകൂടം നൽകിയിട്ടുണ്ട്. അപകട മേഖലയിൽ നിന്ന് മാറിപ്പോകുവാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഹാഷ്മി, അച്യുതനാണ് അവിടുത്തെ വിവരങ്ങൾ നൽകിയത്. അവിടുത്തെയും ഇതുപോലെ മരണനിരക്ക് ഉയരാനിടയുണ്ട്. കാര്യം, ഒരുപാട് പേർക്ക് പരിക്കുണ്ട്, ഒരുപാട് പേരെ കാണാതായിട്ടുമുണ്ട്.